ഹായ്, 100 ചൈൽഡ് സൈക്കോളജി ടിപ്സ് വിത്ത് ഡോക്ടർ ഡാനിൻ്റെ 6ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഡിസിപ്ലിൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കണം? അപ്പോൾ ആദ്യം തന്നെ എന്താണ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്തെങ്കിലും രണ്ട് പേര് തമ്മിൽ പറയുന്നതല്ല. പറയാൻ ഉദ്ദേശിക്കുന്നയാൾ പറയുന്നത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നിടത്താണ് കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമാകുന്നത്. അതല്ലെങ്കിൽ അത് ഡയലോഗോ മോണോലോഗോ ആയി മാറത്തേ ഉള്ളൂ. ഇപ്പോൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നൊരു കാര്യം ഒരു കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പേരൻസ് ആക്ച്വലി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. കുട്ടികളെ പേടിപ്പിക്കുകയും കുട്ടികളിലേക്ക് ത്രെട്ട് ഉണ്ടാക്കുകയും ഇൻസെക്യൂർ ആക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ഡിസിപ്ലിൻ്റെ നീഡ്സോ ഡിസിപ്ലിനോ കുട്ടികളുമായി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കുട്ടികൾക്ക് ത്രെട്ടും ഇൻസെക്യൂരിറ്റി ഫീലിങ്സുമാണ്. ഡിസിപ്ലിൻ കുട്ടികളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടത് എൻ്റെ 1ാമത്തെ എപ്പിസോഡിൻ്റെ തീമാണ്. അതായത് കണക്ഷൻ, കൺട്രോളല്ല. സാധാരണ പേരൻസ് എല്ലാം ശ്രമിക്കുന്നത് കൺട്രോൾ ചെയ്തുകൊണ്ട് കുട്ടികളെ ഡിസിപ്ലിൻഡ് ആക്കാനാണ്. അതൊരിക്കലും നടക്കത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് കണക്റ്റ് ചെയ്തുകൊണ്ട് കുട്ടികളിലേക്ക് ഡിസിപ്ലിൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം വേണ്ടത് കണക്ഷനാണ്. അപ്പോൾ കുട്ടികളെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ്, ഡിസിപ്ലിൻഡ് ആക്കാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് വേണ്ട 1ാമത്തെ പോയിൻ്റാണ് കുട്ടികളുമായിട്ട് ഒരു കണക്ഷൻ എന്നുള്ളത്. കാരണം എങ്കിലേ നമ്മൾ പറയുന്നത് കുട്ടികൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതല്ലെങ്കിൽ കുട്ടികൾ ഒബീഡിയൻ്റ് ആകുമായിരിക്കാം, അനുസരിക്കുമായിരിക്കാം. പക്ഷേ കുട്ടികൾ അതൊരു ഡിസിപ്ലിൻ ആക്കി അത് അവരുടെ പേഴ്സണാലിറ്റിയിലേക്കോ അവരുടെ ക്യാരക്ടറിലേക്കോ അത് കൊണ്ടുവരണമെന്നില്ല. പേരൻസിനെ പേടിച്ച് ചില ബിഹേവിയേഴ്സ് ചെയ്യുന്നു, ചിലത് ചെയ്യാതിരിക്കുന്നു. അത് എന്തുകൊണ്ട് ചെയ്യണമെന്നും അത് ചെയ്യണമെന്നുള്ള ആവശ്യകത സ്വന്തം മനസ്സിലേക്കോ പേഴ്സണാലിറ്റിയിലേക്കോ കൊണ്ടുവന്ന് അത് പാലിക്കുന്നതിനെയോ അത് വീണ്ടും വീണ്ടും നർച്ചർ ചെയ്യുന്നതിനെയോ ആണ് ഡിസിപ്ലിൻഡ് എന്ന് പറയുന്നത്. ഒരാൾ ഡിസിപ്ലിൻഡ് ആകണമെങ്കിൽ ആ ബിഹേവിയേഴ്സ് എന്തുകൊണ്ട് ചെയ്യണം എന്നുള്ള ബോധം അവർക്കുണ്ടാവണം. അങ്ങനെ ആ ബോധമുണ്ടാകണമെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം അവർക്ക് മനസ്സിലാവണം. അങ്ങനെ നമ്മൾ പറയുന്ന കാര്യം മനസ്സിലാകുമ്പോഴാണ് അത് കമ്മ്യൂണിക്കേഷൻ ആകുന്നത്. അങ്ങനെ നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മളുമായിട്ട് അവർക്ക് കണക്ഷൻ വേണം. അപ്പോൾ എൻ്റെ ആദ്യത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ദയവ് ചെയ്ത് ഈ 1ാമത്തെ പോയിൻറ്റിന് വേണ്ടിയിട്ട് എൻ്റെ ആദ്യത്തെ എപ്പിസോഡ് കാണുക. അപ്പം നമ്മുടെ 1ാമത്തെ പോയിൻ്റ് എങ്ങനെ കമ്മ്യൂണിക്കേഷനിലൂടെ ഡിസിപ്ലിൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം എന്നുള്ളതിൽ 1ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് കണക്ഷൻ വേണം എന്നുള്ളതാണ്. 2ാമത്തേതാണ് പോസിറ്റീവ് ലാംഗ്വേജും പോസിറ്റീവ് ടോണും ഉപയോഗിക്കുക. അത് നമ്മളാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും കുട്ടികളാണെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഒരു സാധനം കേട്ടാൽ കണ്ടാൽ ബ്രെയിൻ വരുന്നത് ത്രെട്ട് മോഡിലേക്കാണ്. ആ ത്രെട്ട് മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് പറയുന്ന ഒരു സാധനത്തിനെയും ബ്രെയിൻ അക്സെപ്റ്റ് ചെയ്യുകയില്ല. അതുകൊണ്ട് ടോൺ എന്ന് പറയുന്നത് പോസിറ്റീവായിരിക്കണം. ഒരാൾ തെറ്റ് ചെയ്താൽ നീ ശരി ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിനെ പോസിറ്റീവായിട്ട് പറയുന്നതിലാണ് ഒരു പേരൻറ്റിൻ്റെ സ്കില്ല് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്നത് അതാണ്. നമുക്ക് ആരോടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അവരുടെ ബ്രെയിനിനെ റിസപ്റ്റീവ് ആക്കുക, നമ്മൾ പറയുന്നത് സ്വീകാര്യമാക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. ആദ്യമേ നെഗറ്റീവ് വേർഡ്സ് ഉപയോഗിച്ച് ഫേഷ്യൽ എക്സ്പ്രഷൻ നെഗറ്റീവ് ആക്കി, നമ്മുടെ ബോഡി ലാംഗ്വേജ് നെഗറ്റീവ് ആക്കി അവരുടെ ബ്രെയിന് ത്രെട്ട് ഫീൽ ചെയ്തിട്ട് നമ്മൾ പറയുന്നത് അവർ മനസ്സിലാക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്ത് നമ്മളൊരു വിഡ്ഢിയായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യം അവരെ റിസപ്റ്റീവ് ആക്കുക. പോസിറ്റീവായിട്ടുള്ള ലാംഗ്വേജും പോസിറ്റീവ് ടോണും പോസിറ്റീവ് ബോഡി ലാംഗ്വേജും നമ്മൾ എക്സ്പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ബ്രെയിൻ റിസപ്റ്റീവ് ആവും. പിന്നെ നമ്മുടെ ടോൺ, ജെൻറ്റിൽ ടോൺ, മറ്റേ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. ആ ജെൻറ്റിൽ ടോൺ മെയിൻറ്റെയിൻ ചെയ്ത് അപ്രോപ്രിയേറ്റ് ബോഡി ലാംഗ്വേജും ഫേഷ്യൽ എക്സ്പ്രഷനും കാണിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയുന്നത് അവരുടെ ബ്രെയിൻ റിസീവ് ചെയ്തേ മതിയാവുകയുള്ളൂ. അങ്ങനെയാണ് നമ്മൾ കുട്ടികളോടും സംസാരിക്കേണ്ടത്. അങ്ങനെ നമ്മൾ പോസിറ്റീവ് വേർഡ്സിലും പോസിറ്റീവ് ടോണിലും നമ്മൾ കുട്ടികളോട് ഈ എന്താണ് ഡിസിപ്ലിൻ, അല്ല അവർ ചെയ്ത തെറ്റെന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ ബ്രെയിൻ അത് ക്യാച്ച് ചെയ്യുകയും ബ്രെയിൻ അതിൽ വർക്ക് ചെയ്യുകയും ചെയ്യും. മറിച്ച് അവരെ പേടിപ്പിക്കുകയോ അടിക്കുകയോ അവരെ അങ്ങേയറ്റം നമ്മൾ ത്രെട്ടൺ ചെയ്യുകയോ ചെയ്തിട്ടാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് പോലും കുട്ടികൾക്ക് മനസ്സിലാവത്തില്ല. ഇന്ന ബിഹേവിയർ ചെയ്തതുകൊണ്ട് തല്ല് കിട്ടി അല്ലെങ്കിൽ ത്രെട്ട് കിട്ടി എന്നേ അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോഴാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, ഇത് വീണ്ടും അവർ കാണിക്കുന്നത്.
വീണ്ടും ഇതേ സ്വഭാവം അവർ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടത് ചെയ്തുകൂടാന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അവരാ തെറ്റ് ചെയ്തു, അവരാ തെറ്റ് ചെയ്തത് അവർക്കത് വേണ്ടിയിട്ടാണ്. നമ്മൾ പറയുന്നത് ചെയ്യരുതെന്ന് പറയുന്നു, പക്ഷേ ആ നീഡ് ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം അവരെന്ത് ചെയ്യും? അത് അവർ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. എന്തുകൊണ്ട് അവരത് ചെയ്യരുത്, എന്തുകൊണ്ട് അവരത് ചെയ്യരുത് എന്നുള്ളതാണ് ഒരു പേരൻ്റ് എഫക്റ്റീവ്ലി ഈ കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പോസിറ്റീവ് ലാംഗ്വേജും ജെൻറ്റിൽ ടോണും ഉപയോഗിക്കുക. അങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, ഒരു കാര്യം ചെയ്യരുതെന്ന് നമ്മൾ പറയുമ്പോൾ അത് എന്തുകൊണ്ട് ചെയ്യരുതെന്ന് ആ കുട്ടിക്ക് നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റണം. കുട്ടികളാണ്, അവർ ചോദ്യങ്ങൾ ചോദിക്കും, കാരണം അവരുടെ മനസ്സിൽ അവർ ചെയ്യുന്നത് ഒരുപക്ഷെ ശരിയായിരിക്കാം. അപ്പോൾ അവർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് അവരെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അല്ലെങ്കിൽ അവർ ചിലപ്പം ചില ആർഗ്യുമെൻറ്റ്സ് വയ്ക്കും, ഇത് ഇന്ന കാരണം കൊണ്ട് ശരിയാണല്ലോ എന്ന്. നമുക്കതിനെ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. വളരെ സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ നമ്മൾ പറയും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണം, കൈ വൃത്തിയാകാനാണ്. കുട്ടികൾ ഇന്ന് നോക്കിയിട്ട് അവർ പറയും കയ്യിൽ ചെളിയൊന്നും ഇല്ലല്ലോ. നമ്മൾ പറയും ജേംസ് ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ രോഗാണുക്കളുണ്ടെന്ന് പറയുമ്പോൾ അത് കുട്ടികൾക്ക് മനസ്സിലാകണം എന്നില്ല. അപ്പോൾ അതിനെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമുക്ക് വേണേൽ ടി വിയിലെ പരസ്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്കിന്ന് ഗൂഗിളോ അല്ലെങ്കിൽ ഏതെങ്കിലും GPT എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കയ്യിലെ ജെയിംസിനെ കാണിക്കാനായിട്ടുള്ള അതിനകത്ത് വീഡിയോസ് ഉണ്ടാകാം, ഇമേജസ് ഉണ്ടാവാം. ഇതൊക്കെ കാണിച്ചു കൊടുത്ത് കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതല്ലാതെ ഇത് ജെയിംസ് ഉണ്ട്, അതല്ലെങ്കിൽ അതിൽ കീടാണുക്കളുണ്ട്, രോഗാണുക്കളുണ്ടെന്ന് പറയുമ്പോൾ ഉടനെ കുട്ടിക്കിത് മനസ്സിലാകണമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ കുട്ടിക്കത് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ കാരണങ്ങളും കുട്ടികൾക്ക് എന്ത് ചെയ്യുകയാണ്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് മനസ്സിലാക്കിച്ച് കൊടുക്കുമ്പോഴാണ് ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അവിടെ പ്രോപ്പറാകുന്നത്. പിന്നെ അടുത്ത പോയിൻ്റാണ്, കൃത്യം ഏജ് അപ്രോപ്രിയേറ്റ് എക്സ്പെക്റ്റേഷൻസ് മാത്രമേ നമുക്ക് കുട്ടികൾക്ക് വെക്കാൻ പാടുള്ളൂ. 5 വയസ്സുള്ളൊരു കുട്ടിക്ക് 10 വയസ്സിൻ്റെ ബിഹേവിയറും ഡിസിപ്ലിനും വേണം എന്നൊരിക്കലും വാശി പിടിക്കാൻ പാടില്ല. ചില പേരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്, 5 വയസ്സ് 6 വയസ്സുള്ള കുട്ടി രാവിലെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആ കുട്ടിയുടെ പുതപ്പും ബാക്കിയുള്ള ഷീറ്റ്സും സാധനങ്ങളൊക്കെ മടക്കി അതിൽ വെക്കണം എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന പേരൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ 1ലും 2ലും പഠിക്കുന്ന കുട്ടി സ്കൂളിൽ നിന്ന് വന്നാൽ ഉടനെ സോക്സും ഷൂവും ഒക്കെ ഊരി കൃത്യം സ്ഥാനത്ത് കൊണ്ട് വെക്കണം എന്ന് പറയുന്ന പേരൻസിനെ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഭൂരിഭാഗം പേരൻസും അതായിരിക്കാം പറയുന്നത്. എന്നാൽ കുട്ടികൾ അത് ചെയ്യില്ല, അല്ലെ ചെയ്യരുത് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം അത്രയ്ക്ക് ഡിസിപ്ലിൻഡ് ആവുന്നൊരു കുട്ടിക്ക് ഉറപ്പാണ് ഭാവിയിൽ ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കുട്ടികളെന്ന് പറയുന്ന പോലെ ഓർഗനൈസ്ഡ് അല്ല, കാരണം അവരുടെ ബ്രെയിൻ ഓർഗനൈസ്ഡ് അല്ല. എൻ്റെ വേറൊരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, mid-20s വരെ ബ്രെയിൻ വളർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ 5 വയസ്സുള്ള കുട്ടി അല്ല 6 വയസ്സുള്ള കുട്ടി അത്രയും ഓർഗനൈസ്ഡ് ആയി കഴിഞ്ഞാൽ അത് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രിക്കോഷ്യസ് മെച്യൂരിറ്റി എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പോൾ എപ്പോഴും നമ്മൾ എന്താണ്, ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് മാത്രം കുട്ടികൾക്ക് നമ്മൾ വെക്കുക. ഇത് പ്രയോജനകരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. Thanks for watching Dr. Dance. Subscribe to unlock the mysterious world of psychology with Dr. Abhay Daniel.